സുവിശേഷം 28 അധ്യായം 19 വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവീൻ. ശിഷ്യനാകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ശിഷ്യനാകുക, പറഞ്ഞേ, ശിഷ്യനാകുക, ശിഷ്യനാകുക, ശിഷ്യരാകുക. യേശു കർത്താവ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഞാൻ പഠിപ്പിച്ചതൊക്കെയും അവരെ പഠിപ്പിക്കണം. എൻ്റെ വചനം കേട്ടനുസരിച്ച് അത് ഏറ്റെടുത്ത് എൻ്റെ കൽപ്പന അനുസരിച്ചവർ എൻ്റെ ശിഷ്യത്വത്തിൽ ജീവിക്കുന്നവരാകണം. അപ്പോൾ ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ എന്താ ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ? ഒറ്റ വാക്കിൽ ഞാൻ പറയാം, യേശുവിനെ പോലെ ഞാൻ ആകുന്നതാണ് യേശുവിൻ്റെ ശിഷ്യനാകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ലൂക്കോസ് 6:40 കർത്താവ് പറയുന്നത്, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും. മത്തായി 10:24-25 വാക്യത്തിൽ പറയുന്നുണ്ട്, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല, ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. പറഞ്ഞേ, ഗുരുവിനെ പോലെയാകുക. ഗുരുവിനെ പോലെയാകുക. പറഞ്ഞില്ലല്ലോ എല്ലാരും? യേശുവിനെ പോലെ ആകുക. യേശുവിനെ പോലെയാകുക. എന്താണ് ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ? ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 11:26 ആദ്യമായിട്ട് നമ്മൾ ആ വാക്ക് തന്നെ കാണുന്നത്. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് ഉണ്ടായി. ഹല്ലേലൂയ. അപ്പൊ ആരെ നോക്കിയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്? വാ തുറന്ന് പറഞ്ഞേ, ശിഷ്യന്മാരെ നോക്കിയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഐ എം എ ക്രിസ്ത്യൻ. ഇപ്പം നിങ്ങളുടെ ഒരു ബയോഡേറ്റ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുമ്പോൾ, നിങ്ങളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ എഴുതുമ്പോൾ, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ക്രിസ്ത്യാനിറ്റി ഈസ് ദ റിലേഷൻഷിപ്പ്. ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, ക്രിസ്ത്യാനിത്വം ഒരു ബന്ധമാണ്. ഇതൊരു ബന്ധമാണെങ്കിലും ഒഫീഷ്യലി നിയമപരമായി, ലീഗലി നിങ്ങൾ ആ കോളം ഫില്ലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെഴുതും? നിങ്ങളുടെ റിലീജിയൻ ചോദിക്കുമ്പോൾ ക്രിസ്ത്യൻ എന്നെഴുതും, അല്ലേ? ഐ എം എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കണം. കാരണം ഇതൊരു മതമല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ക്രിസ്ത്യാനിത്വം എന്ന ഒരു സംഘടനയുടെ നേതാവായി, രക്തസാക്ഷിയായി മരിക്കാനല്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3:16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ ക്രിസ്ത്യാനികളെ സ്നേഹിച്ചു എന്നല്ല, അവൻ ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ഓൾ ദ വേൾഡ് ഹി ലവ്സ് എവരിവൺ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. ദൈവം എല്ലാവരെയും സ്നേഹിച്ചവനാണ്. ഞാൻ സ്നേഹമെന്ന വിഷയത്തിലേക്ക് ഇന്ന് വരുന്നുണ്ട്. എന്നാൽ അതിനു മുൻപായിട്ട് എൻ്റെ പ്രിയ മക്കളോട് ഞാൻ പറയട്ടെ, ഗുരുവിനെ പോലെ ആകുക. ഉറക്കെ പറഞ്ഞേ, ഗുരുവിനെ പോലെയാകുക. എന്തായിരുന്നു യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ്? കഴിഞ്ഞ ദിവസം എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ചു, ടിനു പാസ്റ്റർ, ആത്മാക്കളെ നേടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ?
എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മീറ്റിങ്ങുകളിൽ ഒത്തിരി പേര് കർത്താവിലേക്ക് വരികയും അതിൻ്റെ ഫോട്ടോസൊക്കെ അദ്ദേഹം കാണുകയൊക്കെ ചെയ്തുകൊണ്ട് പുള്ളി വളരാൻ ആഗ്രഹിക്കുന്നൊരു മനുഷ്യനായതുകൊണ്ടാണ് പേഴ്സണലി സ്നേഹത്തോടെ എന്നോട് ചോദിക്കുന്നത്, ടിനു ബ്രദറെ, ടിനു പാസ്റ്ററെ, ആത്മാക്കളെ നേടാൻ, ജനത്തെ ദൈവത്തിലേക്ക് നയിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടേ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? അത് ചർച്ചിലേക്ക് ജനം വരുന്നതാണെങ്കിലും ജനത്തെ കർത്താവിലേക്ക് നയിക്കുന്നതാണെങ്കിലും അതിനെന്താ ഫസ്റ്റ് സൊല്യൂഷൻ, ആദ്യത്തെ പടി എന്താ? ഒത്തിരി കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുണ്ടെങ്കിലും ആദ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഉൾക്കൊള്ളുക, അംഗീകരിക്കുക, മനസ്സിലാക്കുക. യേശുവിനോട് പരീശന്മാർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പരിഭവം ഈ വിഷയത്തിലാണ്. ലൂക്കോസ് 15:1 പറയുന്നുണ്ട്, അവൻ ചുങ്കക്കാരെയും പാപികളെയും കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് പരീശന്മാർ കണ്ടിട്ട് അവർ പിറുപിറുത്തു. യേശു എല്ലാവരെയും സ്നേഹിച്ചവനാണ്, യേശു എല്ലാവരെയും അംഗീകരിച്ചവനാണ്, യേശു എല്ലാവരെയും ഉൾക്കൊണ്ടവനാണ്. ഹല്ലേലൂയ. യേശു തന്നെ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, ഞാൻ പാപികളെ തേടിയാ വന്നേ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും അംഗീകരിക്കുവാനും എല്ലാവരെയും മനസ്സിലാക്കാനും. എൻ്റെ പ്രശ്നമല്ല ആ സഹോദരൻ്റെ പ്രശ്നം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, എൻ്റെ യുദ്ധമല്ല നിന്റെ യുദ്ധം, എൻ്റെ യുദ്ധമല്ല നിന്റെ യുദ്ധം. എൻ്റെ യുദ്ധമല്ല നിന്റെ യുദ്ധം. നമ്മൾ പല ഡിഫറൻ്റായ യുദ്ധങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്നവരാണ്. ഗുരുവിനെ പോലെയാകുക. പറഞ്ഞേ, ഗുരുവിനെ പോലെയാകുക, ഗുരുവിനെ പോലെയാകുക, ഗുരുവിനെ പോലെയാകുക. യേശു കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുവാൻ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ ഞാൻ അറിയേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. രണ്ടാമതായി യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വാക്യം. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. മൂന്നാമതായി യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഞാൻ വീണ്ടും സഭയോട് ആവർത്തിക്കുന്നു, ശിഷ്യത്വം ഇല്ലാതെ ക്രിസ്ത്യാനിത്വം ഇല്ല. യേശുവിൻ്റെ ശിഷ്യൻ ആകുക. 3 കാര്യങ്ങളാണ് യേശു അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. പറഞ്ഞ്, വിശ്വസിച്ചവരോടാണ് ഈ പറയുന്നത്. യഹൂദൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. യേശു കർത്താവിന് വളരെ എഗൻസ്റ്റായിട്ട് നിന്ന യഹൂദന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ആ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. രണ്ടാമതായി യേശു പറയുന്നു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഹല്ലേലൂയ. മൂന്നാമതായി കർത്താവ് പറയുകയാണ്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുക. പറഞ്ഞേ, വചനത്തിൽ നിലനിൽക്കുക. വചനത്തിൽ നിലനിൽക്കുക. ഈ വചനത്തിനകത്ത് ഒരു മനുഷ്യന് നിൽക്കാൻ കഴിഞ്ഞാൽ, ദൈവവചനത്തെ യഥാർത്ഥമായി അനുസരിക്കാൻ കഴിഞ്ഞാൽ, ദൈവവചനത്തെ ഉൾക്കൊണ്ട് അതിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ, ആ മനുഷ്യന്റെ ജീവിതം ഏറ്റവും ബ്ലെസ്ഡ് ആയിരിക്കും.
കാരണം വചനത്തിന് യാക്കോബ് അപ്പോസ്തലൻ കൊടുത്തിരിക്കുന്ന ഒരു എന്നാ പറയുക, ഒരു സമാന്തരമായ ചിന്ത, ഒരു ഉദാഹരണം ദൈവവചനം കണ്ണാടിയാണ് എന്നുള്ളതാണ്. വേർഡ് ഈസ് ദ മിറർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് പറയുന്നു വചനം കണ്ണാടിയാണ്. അത് പൗലോസും തൻ്റെ ലേഖനത്തിൽ കൊരിന്ത്യ സഭയോട് പറയുന്നുണ്ട്. ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം അവനെ മുഖാമുഖമായി കാണും. ഹല്ലേലൂയ. എന്താണ് വചനത്തെ കണ്ണാടിയോടുകൂടി ഉപമിച്ചത്? പൗലോസ് പറഞ്ഞു, ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ, ഈ പുസ്തകത്തിൽ കാണുന്നു. എന്നാൽ ഈ പുസ്തകത്തിൽ, ഈ വചനത്തിൽ, ഈ കണ്ണാടിയിൽ നിങ്ങൾ കണ്ടവനെ, നിങ്ങൾ വായിച്ചവനെ നിങ്ങൾ ഒരു ദിവസം മുഖാമുഖമായി കാണും. ഹല്ലേലൂയ. ദൈവവചനത്തെ കണ്ണാടിയോടുകൂടി ഉപമിച്ചിരിക്കുന്നത്. എന്തിനാ കണ്ണാടി? ഇന്ന് ഈ മീറ്റിങ്ങിന് വന്നപ്പോ കണ്ണാടി നോക്കി എത്ര പേരുണ്ട്? എന്തിനാ കണ്ണാടി നോക്കുന്നേ? എന്തിനാണ് വീട്ടിൽ കണ്ണാടി വെച്ചിരിക്കുന്നേ? സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണോ? ഒരിക്കലല്ല. നിങ്ങൾ എത്ര കണ്ണാടിയിൽ നോക്കിയാലും നിങ്ങൾ നിങ്ങളെ പോലെ തന്നെ ഇരിക്കത്തുള്ളൂ. പിന്നെ എന്തിനാ കണ്ണാടി നോക്കിയേ? ക്രമീകരിക്കാൻ. പറഞ്ഞേ, കണ്ണാടി നോക്കിയത് എന്നെ ക്രമീകരിക്കാനാണ്. ഹല്ലേലൂയ. എൻ്റെ മുഖത്ത് എവിടെങ്കിലും അഴുക്കിരിപ്പുണ്ടോ? ഞാൻ ഓക്കെ ആണോ? കറക്റ്റ് ആണോ? 10 പേരുടെ മുമ്പിലോട്ട് നിൽക്കാൻ പോവാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമോ കുറവോ എന്നെ നോക്കി പറയാൻ കാണുമോ? ഞാൻ ഷർട്ടല്ല ഇട്ടിരിക്കുന്ന കറക്റ്റായിട്ടാണോ? ഹല്ലേലൂയ. കണ്ണാടി നോക്കുന്നത്, കണ്ണാടി ചെയ്യുന്നത്, കണ്ണാടി എന്നെ കാണിച്ചു തരുന്നു, കണ്ണാടി എന്നെ കറക്റ്റ് ചെയ്യുന്നു. ദൈവവചനം കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നോക്കാത്തവർ, ഇത് തുറക്കാത്തവർ, ഇത് വായിക്കാത്തവർ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അവർ കറക്റ്റ് ചെയ്യപ്പെടുന്നില്ല, അവർ ക്രമീകരിക്കപ്പെടുന്നില്ല, അവരുടെ സൗന്ദര്യം അല്ലെങ്കിൽ അവരുടെ ബ്യൂട്ടി വർദ്ധിക്കുന്നില്ല. ഞാൻ ഉറപ്പായും പറയുന്നു, ദൈവവചനമാകുന്ന കണ്ണാടി എല്ലാ ദിവസവും നോക്കുന്നവൻ, അതിൽ ശ്രദ്ധിക്കുന്നവൻ, അത് നോക്കി ജീവിതത്തെ ക്രമീകരിക്കുന്നവനിൽ ഒരു കൃത്യമായ ഓർഡർ ഉണ്ടാകും. അവനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത നിലകളിൽ ഒരു വ്യക്തത ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പലർക്കും വചനം പ്രസംഗിക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ തുറന്ന് ഞാൻ പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം വചനം പ്രസംഗിക്കുന്നതാണ്. നീ കേൾക്കുന്ന പ്രവചനമോ നീ അനുഭവിക്കുന്ന സൗഖ്യമോ അല്ല നിന്റെ നിത്യതയ്ക്ക് ആധാരം എന്നുള്ളത്. ഒരിക്കലുമല്ല, ഒരു കാരണവശാലുമല്ല. എന്തിനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു സഭയ്ക്ക് നൽകിയിരിക്കുന്നത്? Are you listening me? എന്തിനാണ് സയൻസ് ആൻഡ് വണ്ടേഴ്സ് നടക്കുന്നത്? മർക്കോസ് സുവിശേഷത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ പ്രസംഗിച്ച വചനത്തെ അവൻ അടയാളങ്ങളാൽ ഉറപ്പിച്ചു. അപ്പൊ എന്തിനാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും? പ്രസംഗിക്കപ്പെടുന്ന ദൈവവചനത്തെ ഉറപ്പിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. The word was God. Lord, I love your word. I honor your word. നിങ്ങൾ വെറുതെ അത്ഭുതങ്ങളുടെ പുറകിൽ പോകുന്നവരായി മാത്രം മാറരുത്.
പക്ഷെ അത്ഭുതങ്ങൾ സംഭവിക്കും. ചില ആൾക്കാർ പഠിപ്പിക്കുന്നത് നിങ്ങൾ വെറുതെ അത്ഭുതങ്ങളുടെ പുറകിൽ പോകുന്നവരായി മാറരുതെന്ന് മാത്രമാണ്. പക്ഷേ ഈ സഭ പറയുന്നു അത്ഭുതം സംഭവിക്കും. വിടുതലുകൾ നടക്കും. പ്രവചനം ഉണ്ട്, രോഗശാന്തി ഉണ്ട്, വീര്യപ്രവർത്തികൾ ഉണ്ട്, വിവേചനം ഉണ്ട്, അത്ഭുതങ്ങൾ ഉണ്ട്. പക്ഷേ miracles are no your foundation. Yes, that's true. Come on, yes. Your foundation is the word of the Lord. Yes. ഈ പുസ്തകം, ഈ കണ്ണാടി, എല്ലാ ദിവസവും സാധാരണ പൊട്ടിപ്പോകുന്ന കണ്ണാടിയിൽ നോക്കുന്ന എത്ര പേർ എല്ലാ ദിവസവും ഈ കണ്ണാടിയിൽ നോക്കാറുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ദൈവവചനത്തെ എന്തുകൊണ്ടാണ് കണ്ണാടിയോടുകൂടെ യാക്കോബും പൗലോസും ഉപമിച്ചത്? ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ കണ്ണാടി നോക്കിയിരിക്കും എന്നുള്ളവരുടെ കൈയൊന്ന് ഉയർത്തിയേ. എനിക്ക് കണ്ണാടി നോക്കാഞ്ഞ ഒരു ദിവസം ഇല്ല എന്നുള്ളവർ ഒന്ന് കൈ ഉയർത്തിയേ. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തെ കണ്ണാടിയോട് ഉപമിച്ചത് ഇത് ഞായറാഴ്ച മാത്രം തുറക്കാനല്ല. Oh my God, yes. Every day. വചനം ദൈവമാണ്. എന്തു എനിക്ക് പറയേണ്ടിയെന്നൊന്നും അറിഞ്ഞുകൂടാ. വചനം ഞാൻ അത്ര സ്നേഹിക്കുന്നു. ഇതെന്റെ പ്രാണനാണ്, ഇതെന്റെ ജീവനാണ്, ഇതെന്റെ രക്ഷയ്ക്കുള്ളതാണ്, ഇതെന്റെ സൗഖ്യത്തിനുള്ളതാണ്, ഇതെന്റെ സമാധാനത്തിനുള്ളതാണ്, ഇതെന്റെ വിടുതലിനുള്ളതാണ്. ഒരു ദൈവസഭ വചന അടിസ്ഥാനമുള്ളതായിരിക്കട്ടെ. Our foundation is the word of the Lord. എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? നിങ്ങൾ വചനം കേൾക്കണം എന്ന് പറയുന്നത് എന്നാന്നറിയാവോ? എനിക്ക് രോഗശാന്തി ശുശ്രൂഷ ഇല്ലാഞ്ഞിട്ടോ, അതോ എനിക്ക് പ്രവചിക്കാനുള്ള ഗിഫ്റ്റ് ഇല്ലാഞ്ഞിട്ടോ? ഇത് വേറൊരാളാ പറയുന്നെങ്കിൽ അങ്ങാരുടെ അസൂയ കൊണ്ടാ പറയുന്നതെന്ന് പറയാം. എന്തോ കർത്താവ് ഇതിനെ ഏൽപ്പിക്കാത്ത കാര്യമാണോ? Why? യശയ്യാപ്രവാചകന്റെ പുസ്തകം 55:11 ബൈബിൾ പറയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. ഇത് ഗ്യാരണ്ടീഡ് ആണ്, ഇത് ഉറപ്പാണ്, ഇത് സത്യമാണ്. കാരണം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നീ ലോകത്തിലുണ്ടെങ്കിൽ അത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. You can trust this word. ഈ പുസ്തകത്തെ എടുത്തവനെ ദൈവം മാനിക്കാതിരുന്നിട്ടില്ല. ഈ പുസ്തകത്തെ ഉയർത്തിയവരെ ദൈവം ഉയർത്താതിരുന്നിട്ടില്ല. ഈ പുസ്തകം തുറന്നു വായിച്ച ഒരുത്തന്റെ കുടുംബം തകരാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. You can trust this word. Amen. We can't trust it anyone. We can't trust any ministers. We can't trust any prophets. We can't trust any apostles. We can't trust any man. We can't trust any pastors. But you can trust completely in the word of the Lord. Amen. Believe and trust. ഏത് സാഹചര്യത്തിലും, ഏത് സമയത്തും, ഏത് അവസ്ഥയിലും നിന്നോട് സംസാരിക്കുന്ന ഈ പുസ്തകത്തെ നിനക്ക് വിശ്വസിക്കാം. നിനക്ക് വിശ്വസിക്കാം. Thank you precious Holy Spirit. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവവചനം ശുശ്രൂഷിക്കാൻ നിനക്കൊരു ഗ്രേസ് കിട്ടിയോ? ഒരു കൃപ കിട്ടിയോ?
പുസ്തകം തുറന്നു പിടിക്കുമ്പോൾ ദൈവവചനം പറയാൻ നിനക്ക് സാധിക്കുന്നോ? ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ വചനം പ്രവചനമായി മാറും. Yes. Oh, yes. Come on, yes. I receive Prophetic grace ദൈവം നിനക്ക് തരും. Yes, amen. ഹീലിംഗ് മിനിസ്ട്രി ദൈവം നിനക്ക് തരും. Receive. പക്ഷെ ഇതൊന്നും വചനം വിട്ടല്ല, ഇതെല്ലാം വചനത്തിനൊത്തവണ്ണമാണ്. കൈകൾ അടിച്ചു കർത്താവിന് നന്ദി പറയാം. For the word. Yes. Rasakalayasma. Oh, yes. ഈ എല്ലാവരും ഈ ഹീലിംഗിന്റെയും ഡെലിവറൻസിന്റെ ഒക്കെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങേരുടെ സ്നാനം ആരും കാണുന്നില്ല. അത് കഴിഞ്ഞ് അയാളുടെ കുടുംബം മുഴുവൻ കർത്താവിലേക്ക് തിരിഞ്ഞത് ആരും കാണുന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭൂതം വിട്ടുപോയതും ആരും കാണുന്നില്ല. അത് കഴിഞ്ഞ് ആ കുടുംബം മുഴുവൻ ദൈവത്തിലേക്ക് വന്ന് അവരുടെ പാരമ്പര്യ ശാപങ്ങളെ ദൈവം തകർത്തതും ആരും കാണുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു പ്രൊഫസി പറഞ്ഞെങ്കിൽ, ദൈവം ഒരു വചനം പറഞ്ഞെങ്കിൽ, ദൈവം ഒരു വിടുതൽ അയച്ചെങ്കിൽ അത് ഒരുത്തന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. Oh, yes, yes, yes. Holy, holy. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം. ഓ മൈ ഗോഡ്. Yes, come on. ആ ഓണർഷിപ്പ് വിടാത്ത കണ്ടോ? എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. പക്ഷെ ഞാനത് റിലീസ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം ഇരുവാഴ്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും, അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചമാംസങ്ങളെയും വിടുവിക്കുന്നത് വരെ തുളച്ചു കയറുന്നതുമാണ്. ശത്രുക്കൾ യുദ്ധത്തിന് ആഹ്വാനം ഇടുമ്പോൾ ഈ മനുഷ്യൻ നേരെ ഓടുന്നത് ചർച്ചിലേക്കാണ്, തന്റെ ആയുധപ്പുരയിലേക്കല്ല. യഹോവയുടെ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന യഹോശാഫത്ത് പറയുകയാണ്, യുദ്ധം ദൈവത്തിനുള്ളതാണ്. ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കാൻ പോകുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, വാള് കൊണ്ടല്ല, വടി കൊണ്ടല്ല. കാരണം അവന്റെ തൽമൂദിനകത്ത്, യഹോശാഫത്തിന്റെ കയ്യിലിരിക്കുന്ന തൽമൂദിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, സ്തുതിക്കുന്നവൻ ജയിക്കുമെന്ന്. നിന്റെ കയ്യിൽ എഴുതി കിട്ടിയതിനെ നിന്റെ ആയുധം വചനമാണ്. അതുകൊണ്ടാണ്, ലിസൺ, ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് 6 armor of God, ദൈവത്തിന്റെ 6 സർവായുധ വർഗങ്ങൾ പറയുമ്പോൾ, ദൈവത്തിന്റെ 6 സർവായുധ വർഗം എന്തൊക്കെയാ? രക്ഷ എന്ന ശിരസ്ത്രം, വചനം എന്ന ആത്മാവിന്റെ വാള്, നീതിയുടെ കവചം, സത്യമെന്ന ബെൽറ്റ്, സുവിശേഷം എന്ന ചെരുപ്പ്. രക്ഷയുടെ ശിരസ്ത്രം. പക്ഷേ ലിസൺ, ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പൈശാചിക ശക്തികളുടെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുപ്പിൻ. എഫേസ്യർ 6. ഇതിൽ ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന ആയുധം ഒന്നേ ഉള്ളൂ. അതറിയോ? കേൾക്കുന്നുണ്ടോ? സുവിശേഷം, സത്യസുവിശേഷം, സമാധാന സുവിശേഷം എന്നത് ചെരുപ്പാണ്. നീതി കവചമാണ്. പരിച തീയമ്പിനെ കെടുത്തുവാനുള്ളതാണ്. രക്ഷ ഹെൽമറ്റ് ആണ്. പക്ഷെ ഉപയോഗിക്കാൻ, എടുത്തു വീശാൻ തന്നിരിക്കുന്ന ഒറ്റ ആയുധമേ ഉള്ളൂ. അത് വചനമെന്ന വാളാണ്. ദൈവത്തിന്റെ വചനം ഇരുവാഴ്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. എടാ പിശാചേ, നീ എത്ര കയറിട്ട് കെട്ടിയാലും ഈ വാൾ അതിനെ വെട്ടും. ദൈവത്തിന്റെ വചനം, വേർഡ്, ദൈവവചനം തുറന്നു പിടിച്ച്
ആ ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വചനത്തെ ആത്മാവിൽ ധ്യാനിച്ചപ്പോ നിന്റെ കണ്ണിൽ നിന്ന് ചൂടുള്ള കണ്ണീരൊഴുകി ആ പുസ്തകത്തിന്റെ പേജിൽ വീണില്ലേ, അതൊക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് വരുവമേ. Oh, yes. Hey. Oh, my goodness. Yeah. മറന്നു പോകല്ല, ദൈവം കൈമാറിയ സർവായുധ വർഗത്തിൽ ഉപയോഗിക്കാൻ തന്ന, എവരിടെ എടുത്തു വീശാൻ തന്ന, ഉപയോഗിക്കാൻ തന്ന ഒറ്റ ആയുധേ ഉള്ളൂ. ബാക്കിയെല്ലാം പിടിപ്പിച്ചിരിക്കുക, കവചം പിടിപ്പിച്ചിരിക്കുക, ഹെൽമറ്റ് വെച്ചിരിക്കുക, ചെരുപ്പിട്ടിരിക്കുക, ബെൽറ്റ് കെട്ടിയിരിക്കുക. പക്ഷെ എടുത്തു വീശാൻ ദൈവവചനം, ദൈവവചനം തരത്തിലെടുക്ക. കർത്താവേ, വചനത്തിന്റെ ഭയങ്കര വെളിപ്പാടുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവൻ അവരുടെ കണ്ണുകളെ തുറന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവൻ അവരുടെ കണ്ണുകളെ തുറന്നു. വിശദമായി വിളിച്ചു പറ, എന്റെ കണ്ണ് അവിടെ ആദ്യം തുറക്കേണ്ടത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഐ ആം കമ്മിങ്. ഈ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ ട്രൂത്ത്? യോഹന്നാൻ 18:37-38 വാക്യങ്ങളിൽ പറയുന്നു, നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഐ ആം ദ കിങ്, ഞാൻ രാജാവാകുന്നു. യേശു അങ്ങനെ പറഞ്ഞ കുറെ വാക്കുകളുണ്ട്. ഐ ആം ദ ബ്രെഡ്, ഐ ആം ദ ലൈഫ്, ഐ ആം ദ കിങ്. 38-ാമത്തെ വാക്യത്തിൽ പീലാത്തോസ് ചോദിക്കുന്നു. പീലാത്തോസ് അവനോട്, സത്യം എന്നാൽ എന്ത്? വാട്ട് ഈസ് ദ ട്രൂത്ത്? വാട്ട് ഈസ് ദ ട്രൂത്ത്? പീലാത്തോസേ, നീ ചോദിച്ചത് നല്ല ഹൃദയത്തോടെയാണെങ്കിൽ യേശുവിന് പറയാനുണ്ട്, the truth is my word. The truth is my word. സത്യം എന്ന് പറയുന്നത് എന്റെ വചനമാണ്. അതാണ് യോഹന്നാൻ 8:36 ബൈബിൾ പറയുന്നത്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ you are free. Yes, I am free. 1 Peter chapter 2 verse 1 and 2. 1 പത്രോസ് 2:1-2 വാക്യങ്ങൾ പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. 1 പത്രോസ് 1:25. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. മതി. നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം, നിലനിൽക്കുന്ന ശുശ്രൂഷ, നിലനിൽക്കുന്ന ആത്മീയത, നിലനിൽക്കുന്ന സഭ, നിലനിൽക്കുന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ വചനത്തിൽ നിലനിൽക്കണം. Yes. സ്നാനം സത്യമാണെന്ന് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കിയ എത്ര പേരുണ്ട്? ഇനി ഇവനെ ഇളക്കാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് സത്യമാണെന്ന് വചനത്തിലൂടെ കിട്ടിയ എത്ര പേരുണ്ട്? അത് അനുഭവിച്ച എത്ര പേരുണ്ട്? നിങ്ങളെ ഇളക്കാൻ പറ്റുകയില്ല. ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലുമാണെന്ന് വചനത്തിലൂടെ വെളിപ്പാട് കിട്ടിയവനും വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ, നിങ്ങളുടെ അവയുടെ നടുവിൽ നിന്ന് പുറപ്പെടുവീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് വചനത്തിലൂടെ വെളിപ്പാട് കിട്ടിയ, അവരുടെ നടുവിൽ നിന്ന് വേർപെട്ട് ആരാധിപ്പീൻ എന്ന് വചനത്തിലൂടെ വെളിപ്പാട് കിട്ടിയ എത്ര പേരുണ്ട്? അവനെ ഇനി തിരിച്ചു വലിച്ചോണ്ട് പോകാൻ
ഒരു ശക്തികൾക്കും കഴിയത്തില്ല. Jesus' name. വചനം കേട്ട ആ വചനത്തിനകത്താണ് ഇവന്റെ ഫൗണ്ടേഷൻ വീണെങ്കിൽ. കർത്താവ് പറയുന്നു, രണ്ടുപേർ വീട് പണിതു. ഒരുത്തൻ മണലിന്റെ മേൽ പണിതു, മറ്റൊരുത്തൻ ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് പണിതു. യേശു കർത്താവ് പറഞ്ഞു, വൻമഴ വന്നു, തിരകൾ അടിച്ചു, മണലിന്റെ മേൽ പണിതവന്റെ വീട് പൊളിഞ്ഞു പോയി. എന്നാൽ ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ടവന്റെ ഭവനത്തെ തകർക്കാൻ ഒരു കാറ്റിനും കഴിഞ്ഞില്ല. ഇന്ന് പകൽ വൻമഴ വരും, പ്രതിസന്ധികൾ നിനക്കെതിരെ വരാം, വെല്ലുവിളികൾ വരാം. അറിഞ്ഞ സത്യത്തിൽ നിന്ന്, അനുഭവിച്ച ദൈവകൃപയിൽ നിന്ന്, ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൽ നിന്ന് ഒരു തെല്ല് പുറകോട്ട് മാറത്തില്ല. കാരണം ഞാൻ അറിഞ്ഞത് സത്യമാ. My word is truth. Thank you Lord Jesus. Thank you Lord Jesus. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, വചനത്തിൽ നിൽക്കണം. വചനത്തിൽ നിൽക്കണം. 2 തിമോത്തി, നീയോ ഇന്നവരോട് ഇന്നവരോട് പഠിച്ചും എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട്. ലിസൺ, പിള്ളേരെ സൺഡേ സ്കൂളിന് വിടുന്ന എത്ര പേരുണ്ട്? തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും. പിള്ളേരെ, കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണം. കേൾക്കുന്നുണ്ടോ? പിള്ളേരെ കേൾക്കുന്നോ? മക്കളുമാർ കേൾക്കുന്നോ? ആ, എന്നാ കേട്ടെ? ദൈവവചനം പഠിപ്പിക്കണം. ബാല്യം മുതൽ അവരെ അതറിയിക്കണം. തിരുവെഴുത്തുകളെ ബാല്യം മുതൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. തിമോത്തിയോട് പൗലോസ് പറയുന്നു, തിരുവെഴുത്തുകളെ ബാല്യം മുതൽ നീ അറിയുകയും ചെയ്യുന്നത് കൊണ്ട്. 15-ാമത്തെ വാക്യം പറയുന്നു, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നാളെ ഏതെങ്കിലും ഒരു പുള്ളി രക്ഷക്കെതിരെയോ സ്നാനത്തിനെതിരെയോ വിശുദ്ധ ജീവിതത്തിനെതിരെയോ ഇങ്ങനെയുള്ള ആരാധനകൾക്കെതിരെയോ ദശാംശം കൊടുക്കുന്നതിനെതിരെയോ പഠിപ്പിക്കുമ്പോ നീ എന്നാ ഇളകുന്നേ? നിന്റെ മനസ്സെന്താ ഇളകുന്നേ? കാരണം നീ പഠിച്ചില്ല. ശരിക്കും നീ പഠിച്ചതിൽ നിശ്ചയം പ്രാപിച്ചില്ല. ഉറപ്പിക്കണം. എന്റെ കാതിൽ ഞാൻ കേട്ട വചനങ്ങൾ, എന്റെ സഭയിലൂടെ ദൈവം എന്നെ പഠിപ്പിച്ച വചനങ്ങൾ, എന്നെ കേൾപ്പിച്ച ആലോചനകൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയാനല്ല ഈ ചൂടത്ത് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. നിന്റെ അനുഗ്രഹം നീ നഷ്ടപ്പെടുത്തരുത്. നീ പഠിച്ചും മോനെ, നീ ദൈവത്തിന് വേണ്ടി കൊടുത്തു നീ മുടിഞ്ഞോ? 2023 നീ ദശാംശം കൊടുത്തിട്ട് നിനക്ക് എന്തിനെങ്കിലും എന്റെ ദൈവം കുറവ് വരുത്തിയോ? കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നിട്ട് മരണം നിന്റെ മുമ്പിൽ വാദിച്ച് നിന്നിട്ടും ഇപ്പോൾ നീ ഇവിടെ ആയുസ്സോടെ ഇരിക്കുന്നില്ലേ? നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നീ പഠിച്ചതിലും നിശ്ചയം പ്രാപിച്ചതും ഇരിക്കുന്നതിൽ നിൽക്കണം. എന്റെ യേശു പറഞ്ഞു, കൊടുപ്പീൻ എന്നാ നിങ്ങൾക്ക് കിട്ടുമെന്ന്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരുമെന്ന് യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കൈ പുറകോട്ട് വലിപ്പിക്കാൻ നിനക്ക് സാധ്യമല്ല. I am standing, I am living in the word of the Lord. Amen. Because the word of God never change. That is my foundation. Yes. Amen. People will change. Doctrines will change. Visions will change. People will change. Climate will change.
everything will be changed. The Bible says ആകാശവും ഭൂമിയും മാറിപ്പോകും, പക്ഷെ എൻ്റെ വചനം Oh, yes. 16 വാക്യം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. 16 വാക്യം മക്കളെ നോക്കിയേ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ഹല്ലേലൂയ. ബൈബിൾ എടുത്ത് പറയാമോ? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. എന്നെ ഈ പുസ്തകം തുറന്ന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഏത് വാക്യം എടുത്ത് വായിക്കുന്നോ ഞാനത് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിക്കും. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ പോവാ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, വെരി 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 ഇമ്പോർട്ടന്റ്. യോഹന്നാൻ 13:34-35. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എങ്ങനെയാ സ്നേഹിക്കണ്ടേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ജീസസ്. മക്കളെ, നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയേ. യേശുവിനെ എല്ലാവരും അറിയണോ? ആഗ്രഹിക്കുന്നവരുണ്ടോ? നിങ്ങൾ കർത്താവിൻ്റെ ശിഷ്യനാണ്, കർത്താവിൻ്റെ മകനാണെന്ന് പേരിന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. എല്ലാവരും അറിയണോ? നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടാകണം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ആ സ്നേഹത്തിൻ്റെ അളവുകോൽ എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. കർത്താവ് നമ്മളെ എങ്ങനെയാ സ്നേഹിച്ചേ? കുറവുകളോടുകൂടെ. ക്രിസ്തു തൻ്റെ മണവാട്ടിയെ സ്നേഹിച്ചത്, സഭയെ സ്നേഹിച്ചത് കുറവുകളോട് കൂടെയാണ്. കൈകൊടുത്ത് പറഞ്ഞ ഇതൊരു മനസ്സിലാക്കലാണ്. സ്നേഹം ഒരു മനസ്സിലാക്കലാണ്. ആ മനസ്സിലാക്കലാണ് ഞാൻ ക്രൂശിൽ കണ്ടത്. ആ മനസ്സിലാക്കലാണ് ഞാൻ യേശുവിൽ കണ്ടത്. ആ മനസ്സിലാക്കലാണ് നിങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. ഓ, താങ്ക് യു ജീസസ്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. കാര്യം എന്നറിയോ മോനെ? 1 യോഹന്നാൻ 4:7, 8, 9, 10 വാക്യം പറയുന്നു, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്തിരിക്കുന്നു. സ്നേഹിക്കാത്തവനാരും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം, നിങ്ങൾ എന്നെ നോക്കി, സ്നേഹം ദൈവത്തിൽ നിന്നേ വരൂ. ഒരാളോട് വഴക്കുണ്ടാക്കാനോ ഒരാളെ ദേഷ്യപ്പെടാനോ 2 അടി കൊടുക്കാനോ പ്രത്യേകിച്ച് കൃപയൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഒരു കൃപയും വേണ്ട. പക്ഷെ ഒരാളെ സ്നേഹിക്കാൻ, ഒരാളെ മനസ്സിലാക്കാൻ, ആ വിഷയത്തിൽ ക്ഷമിക്കാൻ ഭയങ്കര കൃപ വേണം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ കൃപയുള്ളവരാണോ അല്ലാത്തവരാണോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്താൽ മതി. ചേർന്നൊരു ആമീൻ പറയാമോ? സ്നേഹിക്കാത്തവൻ
ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഈ 1 യോഹന്നാൻ 4:18, 19, 20, 21 വാക്യം വായിക്കുമ്പോൾ ബൈബിളിൽ പറയുന്നുണ്ട്, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. സ്നേഹത്തിൽ എന്തില്ല? എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അവരോട് ഞാൻ പറയുന്നു, നീ ഭയക്കരുത്, നീ ഭയക്കരുത്. കാരണം സ്നേഹം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. യേശു പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കഴിയില്ല, ദൂതന്മാർക്ക് കഴിയില്ല, സ്വർഗത്തിലെ മുഴുവൻ ഏഞ്ചൽസും നിന്നെ ഒന്നിച്ചു വലിച്ചാലും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ഇളക്കാൻ പറ്റത്തില്ല. സ്നേഹം ശക്തിയുള്ളതാണ്. ഞാൻ ഇന്ന് മരണഭീതിയിൽ ഇരിക്കുന്നവരോട് പറയട്ടെ, ഏതെങ്കിലും രോഗത്തിൻ്റെ മുൻപിലോ മെഡിക്കൽ റിപ്പോർട്ടുകളുടെ മുൻപിലോ മാനുഷികമായ വാക്കുകളുടെ മുൻപിലോ സാമ്പത്തിക കടഭാരങ്ങളുടെ നടുവിലോ ഏതെങ്കിലും വിഷയങ്ങളെ ഭയക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശു നിന്നെ സ്നേഹിക്കുന്നതിനാൽ ഒരിക്കലും മരണത്തിന് നിന്നെ വിട്ടു കൊടുക്കില്ല, ആത്മഹത്യക്ക് നിന്നെ വിട്ടു കൊടുക്കില്ല, പിശാചിനിട്ട് പന്ത് കളിക്കാൻ നിന്നെ വിട്ടു കൊടുക്കില്ല. ഇത് ഉറപ്പുള്ളവർ ഒന്ന് കൈകൾ അടിച്ച് സ്വീകരിച്ചേ. സ്നേഹം എല്ലാ ഭയവും നിന്നെ തീർത്ത് കളയുമെന്ന് വാദിച്ചു നിൽക്കുന്ന പൈശാചിക ശക്തികൾക്ക് നിന്നെ വിട്ടു കൊടുക്കില്ല. ഈ സ്നേഹം ഒരു വലിയ പുതപ്പാണ്. ഈ സ്നേഹം വലിയൊരു കവറിംഗ് ആണ്. ചേർന്നൊരു ആമീൻ പറയാവോ? കർത്താവ് നമ്മളെ സ്നേഹിച്ചത് മണവാട്ടിയായിട്ടാണ്, കുറവുകളോടുകൂടെയാണ്. വിശ്വസിക്കണം, എൻ്റെ മണവാളൻ, എൻ്റെ പ്രിയൻ എന്നെ തൊടാൻ സമ്മതിക്കുകയില്ല. വിശ്വസിക്കണം, എൻ്റെ മണവാളൻ എൻ്റെ കൂടെ ഉണ്ട്. അവന് ഞാൻ മണവാട്ടിയായി മാറിയപ്പോ എന്നെ ചുമ്മാ റോഡിൽ ഇറക്കി വിട്ടേക്കല്ല, എനിക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രൊട്ടക്ഷൻ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഇന്ന് പകൽ വിവിധ തരത്തിലുള്ള ഭയം ഇതിനകത്തുണ്ട്. മരണഭീതി, ആകുലത. 2021-ലും 2022-ലും 2020-ലും ഒക്കെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ചിലത് അടുത്ത വർഷങ്ങളിലും കയറി വരുവോ എന്ന് പേടിക്കുന്നവരുണ്ട്. നിന്നെ നോക്കി ആത്മാവ് പറയുന്നു, ഇന്ന് കണ്ട മിശ്രൈമിനെ നീ മേലാൽ കാണുകയില്ല. എല്ലാ ഭയവും വിട്ടുപോകണേ. എന്റെ മണവാളൻ, എന്റെ മണവാളനാകുന്ന ക്രിസ്തു എന്നെ തൊടാൻ അനുവദിക്കില്ല. എൽഷദായോട് ഞാൻ പറയുന്നു, നിന്റെ മണവാളൻ ശക്തനാണ്, നിന്റെ മണവാളൻ ആരിലും ഉന്നതനാണ്. അവന്റെ നാമം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പ എനിക്കുള്ളിടത്തോളം, എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് എനിക്കുള്ളിടത്തോളം, വാ തുറന്ന് പറഞ്ഞേ, സ്നേഹം എന്നെ വിട്ടുകൊടുക്കില്ല. സ്നേഹം എന്നെ ശത്രുവിന് വിട്ടുകൊടുക്കില്ല. God will protect you, my brother. മകളെ അടുത്തിരിക്കുന്നവരോട് കൈ കൊടുത്ത് പറഞ്ഞേ, ഒന്നും ഭയക്കരുതെന്ന് പറഞ്ഞേ. നോ. ഞാൻ നിങ്ങളുടെ തലയിലോട്ട് കൈവച്ച് പറയുക കേട്ടോ. നിങ്ങളുടെ എന്റെ കരം നിങ്ങളുടെ തലയെ കൈവച്ച് പറയുക, നിങ്ങളുടെ തലയെ കൈവച്ച് പറയുകയാണ്, നിന്റെ ആയുസ്സിനെ നീ പൂർത്തിയാക്കും. ദൈവം നിനക്ക് ആരോഗ്യം തരും. നിന്റെ തലമുറകളുടെ നന്മ നീ കാണും.
നിന്റെ ജീവിതം വഴിയിൽ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മണവാളൻ നിന്നെ വിട്ടു കൊടുക്കത്തില്ല. നിന്റെ മണവാളൻ നിന്നെ വിട്ടു കൊടുക്കത്തില്ല. His love is very strong. That love never change, never change. ഞാൻ എൻ്റെ കർത്താവിനോട് പറയുന്ന അപ്പച്ചാ, ഈ 2023 നീ എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇവിടെ ഇല്ലായിരുന്നപ്പാ, ഞാനിന്ന് ഇവിടെ ഇല്ലായിരുന്നു. നോട്ട് ബിക്കോസ് ഓഫ് മൈ പ്രയർ, നോട്ട് ബിക്കോസ് ഓഫ് മൈ ഫാസ്റ്റിംഗ്, നോട്ട് ബിക്കോസ് ഓഫ് മൈ preaching, not because of my ministry, not because of my songs. Daddy, it is your pure love. It is your pure love. എത്രയോ ശക്തികൾ തോൽപ്പിക്കാൻ ശ്രമിച്ചു, എത്രയോ സൻബല്ലത്തുമാർ, എത്രയോ തോബിയാവുമാർ, എത്രയോ ആഖാൻമാർ, എത്രയോ ഗോലിയാത്തുമാർ, എത്രയോ ശൗലുമാർ, ആരെല്ലാം എവിടെല്ലാം. പക്ഷെ ഇന്നും ഇപ്പോഴും ഇവിടെ ജയാളിയായിട്ട് നിൽക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്, നീ കഴിച്ച ആഹാരം, നീ കുടിച്ച വെള്ളം, നീ ധരിച്ച വസ്ത്രം, നീ ഓടിക്കുന്ന വണ്ടി, നീ പാർക്കുന്ന വീട്, നിന്റെ പോക്കറ്റിരിക്കുന്ന കാശ്, ഇതെല്ലാം ആ സ്നേഹ. എന്ത് യോഗ്യതയാ പറയാനുള്ളേ? നിനക്ക് എന്ത് യോഗ്യ? ഞാൻ എന്നോട് ചോദിക്കുന്നത്, എന്ത് യോഗ്യതയാ നിനക്ക് പറയാനുള്ളേ? പറ. എന്നേക്കാൾ ഉപവസിക്കുന്നവർ ഇവിടെ ഇല്ലേ? എന്നേക്കാൾ പ്രാർത്ഥിക്കുന്ന എത്രയോ പേരുണ്ട്. എന്നേക്കാൾ അധികം സമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നേക്കാൾ വലിയ പാരമ്പര്യം പറയാൻ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു യോഗ്യതയും പറയാനില്ലാത്ത എന്നെ എന്റെ അപ്പ നിർത്തിയത്, ഇത് സ്നേഹമല്ലേ? അത് റോമർ 5 അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. 20 വാക്യം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഞാൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണമെന്നീ കൽപ്പന നമുക്ക് അവനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ സഹോദരനെയും സ്നേഹിക്കണം. എങ്ങനെയാ സ്നേഹിക്കുന്നേ? എങ്ങനെയാ സ്നേഹം പ്രകടമാക്കുന്നേ? യേശു തന്റെ സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ചേർന്നൊരാമീൻ പറഞ്ഞേ. റോമർ 5:8, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. സ്നേഹം എന്തിനുള്ളതാ? പ്രകടമാക്കാനുള്ളതാണ്. പ്രകടമാക്കാനുള്ളതാണ്. അത് പ്രദർശിപ്പിക്കുവാനുള്ളതാണ്. അത് വെളിപ്പെടുത്തുവാനുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ പോവാ. 1 കൊരിന്ത്യർ 13:1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പറയുന്ന, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. മക്കളെ, സ്നേഹത്തിൽ ക്ഷമയുണ്ട്. അതുകൊണ്ടാണ് കൊലോസ്യർ 3:13 പറയുന്നത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായവരെ, അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. എല്ലാവരും ഒന്ന് പറയാവോ? സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. അപ്പൊ സ്നേഹമുള്ളിടത്തെ എന്തുള്ളൂ? ബന്ധമുള്ളൂ. പല ബന്ധങ്ങളും അറ്റുപോയത് അവിടെ സ്നേഹമില്ലാതെ പോയത് കൊണ്ടാണ്. സ്നേഹത്തിനകത്ത് ബന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ, ബന്ധമുണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. കർത്താവിനോട് പറയുകയാണ്, ഇത് ഞാൻ പരിശുദ്ധാത്മാവിൽ നിന്ന് കേൾക്കുന്നൊരു ശബ്ദമാണ്. എവിടേക്കോ പിശാച് പല ബന്ധങ്ങളെയും ഉലച്ചു കളഞ്ഞു. കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിൽ പ്രത്യേക കാരണങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഒരിക്കലും അടുക്കാൻ കഴിയാതെ വണ്ണം അകൽച്ചകൾ ഉണ്ടാക്കി. ആ സ്നേഹം ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചേ. കർത്താവേ,
സ്നേഹമുള്ളിടത്താണല്ലോ ബന്ധം, ബന്ധമുള്ളിടത്താണല്ലോ ഐക്യത. അങ്ങയുടെ സ്നേഹം വെളിപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ ബന്ധങ്ങളിൽ അങ്ങയുടെ സ്നേഹം വെളിപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ സ്നേഹം വെളിപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ വാക്കിലൂടെ, ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അത് വെളിപ്പെടട്ടെ കർത്താവേ. മൂന്നാമതായി കർത്താവ് പറയുന്നു, നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഈ പറഞ്ഞ മഹത്വപ്പെടുന്നു, രണ്ട് കാര്യങ്ങൾ ബൈബിളിൽ ഞാൻ കാണുന്നുണ്ട്. ദൈവം മഹത്വപ്പെടുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞേ, മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുന്നു. നമ്മൾ ആരാധനയിൽ എന്താണ് ചെയ്യുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രസംഗം കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പക്ഷെ ദൈവം മഹത്വപ്പെടുന്നു അതെവിടെയാണെന്നറിയാവോ? നമ്മുടെ ലൈഫ് കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്. അതാണ് 2 തെസ്സലോനിക്കർ 3:9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നമ്മിൽ മഹത്വപ്പെടുന്നു നമ്മുടെ ലൈഫ് കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുവിൻ. നിങ്ങൾ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ കരുതുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ നാവുകൾ കുറ്റം പറയാത്ത, പിശാചിനെ പോലെ സാത്താനെ പോലെ അപവാദം പറയാത്ത നാവാണെങ്കിൽ, ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾ പാടാതെ, നിങ്ങൾ പ്രസംഗിക്കാതെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾ പാടാതെ, നിങ്ങൾ പ്രസംഗിക്കാതെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകുന്നത്? യോഹന്നാൻ 15:4 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. എനിക്ക് സ്നേഹത്തെ പ്രകടമാക്കാൻ കഴിഞ്ഞു, എനിക്ക് വചനത്തിൽ നിൽക്കാൻ കഴിഞ്ഞു. യോഹന്നാൻ 15:2 പറയുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിപിടിപ്പാക്കുന്നു. ഈ ചർച്ചിനകത്ത് ദൈവത്തിന് പ്രതീക്ഷയുള്ള ഒത്തിരി പേരുണ്ട്. പ്രതീക്ഷയുള്ള റോസാ ചെടിക്ക് വെള്ളം ഒഴിക്കത്തുള്ളൂ, പ്രതീക്ഷയുള്ളതിനെ മാത്രമേ വെട്ടി നിർത്തത്തുള്ളൂ. കർത്താവ് നിന്നെ ചെത്തുന്നെങ്കിൽ, കർത്താവ് നിന്നെ വെട്ടുന്നെങ്കിൽ, കർത്താവ് നിന്നെ മിനുക്കുന്നെങ്കിൽ എന്തോ വലിയ പ്രതീക്ഷ കർത്താവിന്. മറ്റാർക്കുമില്ലാത്ത വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത പ്രതികൂലങ്ങളെ നീ ഫേസ് ചെയ്യുന്നെങ്കിൽ, ദൈവത്തിന് നിന്നിൽ വലിയ പ്രതീക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ പ്രതീക്ഷയുണ്ട്. ഫലമില്ലാത്തതിനെ ചെത്താൻ നിൽക്കത്തില്ല, ഫലമില്ലാത്തതിനെ കർത്താവ് തൊടാൻ വരുന്നില്ല. വി താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. അധികം ഫലം കായ്ക്കേണ്ടതിന് എന്നെ അധികം ചെത്തി വെടിപ്പാക്കുന്നു. കർത്താവെ, 3 കാര്യങ്ങൾ സഭയോട് കർത്താവ് അറിയിച്ചു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും.